أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഗാശിയയുടെ 17, 18, 19, 20 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അഫലാ യൻദുറൂന, അവർ നോക്കുന്നില്ലേ, ഇലൽ ഇബ്ലി, ഒട്ടകത്തിലേക്ക്, കൈഫ ഖുലിഖത്, എങ്ങനെയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. വൈലസ്സമായി കൈഫ റുഫിഅത്. വൈലസ്സമായി, ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, കൈഫ റുഫിഅത്, എങ്ങനെയാണ് അതിനെ ഉയർത്തിയിട്ടുള്ളത് എന്ന്. വഇലൽ ജിബാലി കൈഫ നുസിബത്. വൈലൽ ജിബാലി, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, കൈഫ നുസിബത്, എങ്ങനെയാണ് അതിനെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത് എന്ന്. വഇലൽ അർളി കൈഫ സുത്തിഹത്. വൈലൽ അർളി, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, കൈഫ സുത്തിഹത്, എങ്ങനെയാണ് അത് പരത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. നേരത്തെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ നമുക്കുണ്ടാക്കി തരുന്ന ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകളും അതുപോലെ തന്നെ നിരത്തി വെക്കപ്പെട്ട, നിറച്ചു വെക്കപ്പെട്ട കോപ്പകളും, നിരത്തി വെക്കപ്പെട്ട തലയിണകളും, പിരിച്ചു വെക്കപ്പെട്ട പരവതാനികളുമൊക്കെ എല്ലാം സജ്ജമാണ് സ്വർഗത്തിൽ എന്ന് നമുക്ക് വിവരിച്ചിരിക്കേണ്ടേ. തുടർന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ചുകൊണ്ട് നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അവർ നോക്കുന്നില്ലേ, കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. മൃഗങ്ങൾ പൊതുവിൽ പല തരത്തിലുള്ളവയുണ്ട്. ചിലതിൻ്റെ മാംസം നമുക്ക് ഭക്ഷിക്കാൻ പറ്റും, ചിലതിൻ്റെ പാല് കുടിക്കാൻ പറ്റും, ചിലതിനെ സവാരിക്ക് ഉപയോഗിക്കാൻ പറ്റും, ചിലതിൻ്റെ പുറത്ത് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാൻ പറ്റും, മറ്റ് ചിലത് സാമ്പത്തിക ജീവിത സൗകര്യത്തിൻ്റെ പ്രതീകമായിട്ട് വെക്കാറുണ്ട്. ഈ സവിശേഷതകളെല്ലാം ഒരു മൃഗത്തിൽ ഒത്തുചേരുന്നു എന്നതാണ് ഒട്ടകത്തിൻ്റെ സവിശേഷത. മാത്രമല്ല, ഒട്ടകം ഒരു വഴിയെ ഒരു പ്രാവശ്യം പോയാൽ മതി, അതിന് വഴി പഴക്കൂല. എത്ര കുടുസായ വഴിയിലൂടെയാണെങ്കിലും ചെരിഞ്ഞും നിരന്നും കയറിയും ഇറങ്ങിയും ഒക്കെ പോയാലും വഴി തെറ്റാതെ ഒരു സ്ഥലത്ത് എത്താൻ അതിന് സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ വലിയ ആകാരമുള്ള മൃഗമാണെങ്കിലും അതിന് കൊടുക്കുന്ന ഒരു ചെറിയ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അത് നമ്മളുമായി വളരെയധികം അടുത്ത് നിൽക്കും. വളരെ ഇണക്കമുള്ള, അതിന് പുറത്ത് കയറുന്ന ആൾക്കാരെ തട്ടി തള്ളിയിടാതെ വളരെ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഈ ഒട്ടകത്തിനുള്ളത്. അപ്പോൾ ആ ഒട്ടകത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മറ്റൊന്ന്, വൈലസ്സമായി കൈഫ റുഫിഅത്. ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, കൈഫ റുഫിഅത്, എങ്ങനെയാണ് അതിനെ ഉയർത്തിയിട്ടുള്ളത് എന്ന്. മറ്റു സൂറത്തിൽ പറഞ്ഞ പോലെ ബിഗൈരി അമദിൻ തറൗനഹ, കാണാവുന്ന ഒരു തൂണുമില്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആകാശത്തെ ഉയർത്തിയിട്ടുള്ളത്. വളരെ വളരെ ഉയരത്തിൽ, ആരും പിടിച്ചു നിർത്താതെ, ഒന്നിൻ്റെയും താങ്ങില്ലാതെ, എന്നാൽ കാണുന്ന എല്ലാ ഗോളങ്ങളും നക്ഷത്രങ്ങളും അതിൽ ഒരിക്കൽ പോലും ഇടിഞ്ഞു വീഴാതെ അവിടെ നിലനിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിനെ ഉയർത്തിയിട്ടുള്ളതും ഇതിനെ നോക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വൈലൽ ജിബാലി കൈഫ നുസിബത്.
പർവ്വതങ്ങളെ നോക്കുന്നില്ലേ? കൈഫ നസിബത്ത്, എങ്ങനെയാണ് അവയെ ഉറപ്പിച്ച് നിർത്തിയത് എന്ന്, അഥവാ നാട്ടി നിർത്തിയിട്ടുള്ളത് എന്നുള്ളത്. പർവ്വതത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, പർവ്വതങ്ങളെ ആണിയാക്കി എന്ന് മറ്റു സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ പറയുന്നത് പർവ്വതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് നിർത്തുന്നത്. പർവ്വതം ചെരിഞ്ഞു പോവുകയാണെങ്കിൽ, ചാഞ്ഞു പോവുകയാണെങ്കിൽ, നീങ്ങിപ്പോവുകയാണെങ്കിൽ അതോടുകൂടി ആ നാടിൻ്റെ പ്രകൃതി തന്നെ മാറുക ചെയ്യും. അപ്പം അങ്ങനെ ഒരിക്കലും ചായാതെ ചരിയാതെ ഒരിടത്ത് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പർവ്വതങ്ങൾക്കുണ്ടായി തന്നത്. ആ പർവ്വതങ്ങളെയും അവർ നോക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ അവർ നോക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കാൻ. വൈലൽ അർളി കൈഫ സുത്തിഹത്, ഭൂമിയെ അവർ നോക്കുന്നില്ലേ? കൈഫ സുത്തിഹത്ത്, എങ്ങനെയാണിത് പരത്തിയിട്ടുള്ളത്? ഭൂമിയെ പരത്തി എന്ന് പറയുമ്പം ഗോളാകൃതിയിലുള്ള ഭൂമിയെ പരന്നത് എന്ന് പറഞ്ഞു എന്ന് കുറ്റം പറയേണ്ട കാര്യമില്ല. ഏത് വലിയ ഗോളങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിൽ ചെറിയ വസ്തുക്കൾ വരുമ്പം അവൾക്കത് പരന്നതായിട്ടേ തോന്നുള്ളൂ. ഒരു പന്തിൻ്റെ മുകളിലൂടെ ഒരു ഉറുമ്പിന് വളരെ സ്പീഡിൽ ഓടാൻ പറ്റും, പക്ഷേ പന്ത് നമുക്ക് ഉരുണ്ടതാണ്. അതുപോലെ ഭൂമിയുടെ ആകൃതി ഉരുണ്ടതാണ്, പക്ഷേ അതേസമയം അതിൻ്റെ ഉപരിഭാഗത്ത് നമുക്ക് ഓടുന്നതിനോ ചാടുന്നതിനോ മറയുന്നതിനോ തിരിയുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, നമുക്ക് വീടുകൾ ഉണ്ടാക്കാനോ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനോ ഗ്രൗണ്ട് ഉണ്ടാക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അതിൻ്റെ പരന്ന ഒരവസ്ഥ അവിടെ ഉണ്ട്. ആ നിലക്ക് ഭൂമിയെ സംവിധാനിച്ച, ആകാശത്തെ സംവിധാനിച്ച, അതുപോലെ തന്നെ പർവ്വതങ്ങളെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള, അതേപോലെ ഒട്ടകത്തെ അതുപോലെ മൃഗങ്ങളെയൊക്കെ ആ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ആ സൃഷ്ടികൾ അള്ളാഹുവിന് കാണിക്കുന്ന വിധേയത്വം നിങ്ങൾ കാണുന്നില്ലേ? അത് എന്താണോ അതിനെ ഏൽപ്പിച്ചത്, ആ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അങ്ങനെ ശ്രദ്ധിച്ചാൽ മനുഷ്യനെന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ ചെറിയൊരു ജീവിയാണ്. നമുക്ക് അള്ളാഹുവിനെ മറക്കാൻ കഴിയില്ല. നമ്മളുടെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ നടക്കുന്നില്ല. വളരെ വളരെ ബലഹീനനാണ് മനുഷ്യൻ. ഒരു ശ്വാസം മുകളിലേക്ക് എടുത്തിട്ട് പിന്നെ താഴോട്ട് വിടാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചുപോയി, മയ്യത്താണ് എന്നാണ് പറയാൻ. അത്രേ മനുഷ്യനുള്ളൂ. വലിയ ചിന്തകനും ബുദ്ധിമാനും അതുപോലെ തന്നെ എല്ലാറ്റും അറിയുന്നവനാണ് എന്നൊക്കെ അഹങ്കാരവും അഹന്തയും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരനാണ് എന്നുള്ളത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനെ അടിമപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നമുക്ക് സ്വർഗം എന്ന വലിയ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അതിലേക്കെത്താനുള്ള പരിശ്രമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വന്നുപോയ അപരാധങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കട്ടെ. നമ്മളിത് മരിച്ചുപോയ ആളുകളുടെ അടക്കം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.